ഇന്നത്തെ ചേട്ടൻ്റെ ലഞ്ച് ബോക്സിൽ എന്തൊക്കെയാണ് കൊടുത്തുവിടുന്നതെന്ന് നോക്കാം. ഇത് ചേട്ടൻ്റെ ലഞ്ച് ബോക്സാണ് നമ്മൾ എടുക്കുന്നത്. മോൻ്റെ അങ്ങനെ എടുക്കത്തില്ല. കാരണം മോനെ അങ്ങനെ രാവിലെ ഉണ്ടാക്കുന്ന ഫുഡൊക്കെ പിന്നെ സ്നാക്സും ആയിരിക്കും കൊണ്ടുപോകുന്നത്. അവൻ 3 മണിക്ക് വരുന്നതുകൊണ്ട് അവൻ വീട്ടിൽ വന്നിട്ട് പിന്നെ ചോറ് കഴിച്ചോളും. ചേട്ടൻ്റെയാണ് കാണിക്കുന്നത്. ചേട്ടന് നമ്മൾ സാമ്പാർ ഒരു പാത്രത്തിലോട്ട് എടുത്ത് മാറ്റിയിട്ടുണ്ട്. പിന്നെ ചോറ് ആവശ്യത്തിന് വേണ്ടി മാത്രമേ നമ്മൾ വയ്ക്കത്തുള്ളൂ ചോറ്. പക്ഷെ കറികളൊക്കെ നമ്മൾ ഇച്ചിരി കൂടുതൽ വയ്ക്കും. കാരണം യൂണിറ്റ് വേറെയും കുറച്ച് മലയാളികളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അവരുമായിട്ട് കഴിക്കുമ്പോൾ ഷെയർ ചെയ്ത് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് കൂടുതൽ വയ്ക്കും ചോറ്. പക്ഷേ ചേട്ടന് വേണ്ടി മാത്രം ആവശ്യത്തിന് മാത്രം വയ്ക്കും. പിന്നെ ചോറിൻ്റെ പുറത്ത് തന്നെ നമ്മൾ ചമ്മന്തി ഇച്ചിരി വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ആ പാത്രം അങ്ങോട്ട് മാറ്റി വെച്ച് വേറെ പാത്രം എടുക്കുക. വേറെ പാത്രം എടുത്തിട്ട് തോരനും രസം ഞാൻ നേരത്തെ തന്നെ വേറൊരു കുഞ്ഞു പാത്രത്തിലോട്ട് ഒഴിച്ച് വെച്ചായിരുന്നു. അത് പിന്നെ അടച്ച് വയ്ക്കുന്നു. ഈ രസവും സാമ്പാറും ഒക്കെ വേറെ കവറിലാക്കി വേണം കൊടുക്കേണ്ട, അല്ലെങ്കിൽ ബാഗിലെല്ലാം എണ്ണയാവും. പിന്നെ മുട്ട ചിക്കി പൊരിച്ചത്. മുട്ട പൊരിക്കണമെന്നാണ് വിചാരിച്ചു, പക്ഷേ തിരിച്ച് ഇട്ടപ്പോൾ ഇതാവാത്ത കൊണ്ട് നമ്മളത് ചിക്കി പൊരിച്ച് തോരനാക്കി എടുത്തിട്ടുണ്ട്. അങ്ങനെ മുട്ടത്തോരൻ നല്ല കുരുമുളകും തേങ്ങയൊക്കെ ഇട്ടാൽ നല്ല ടേസ്റ്റാണ്. തേങ്ങയിട്ട് മുട്ട പൊരിക്കുവാണെങ്കിൽ. അതുപോലെ തന്നെ തോരനാണ് വെച്ചിരിക്കുന്നത്. നിങ്ങളുടെ നാട്ടിൽ തോരനെന്ന് തന്നെയാണോ പറയുന്നത്? ഞാൻ കുറേ വീഡിയോക്കകത്ത് പൊരിയൽ അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ എന്തുവാ നിങ്ങളുടെ നാട്ടിൽ പറയുന്നതെന്ന് കമൻറ്റ് ചെയ്യണം. അപ്പോൾ തോരനാണ് വെച്ചിട്ടുള്ളത്. തോരൻ്റെ അകത്ത് നമ്മൾ മുട്ട ചേർത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ അത് കഴിഞ്ഞ് സാമ്പാറും കൂടെ എടുത്ത് വെച്ച് ഇത്രയേ ഉള്ളൂ ചേട്ടൻ്റെ